ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെജിറ്റബിൾ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. പപ്പായ മസാല തോരൻ. അപ്പോൾ പപ്പായ എപ്പോഴും ഒരേപോലെ തോരൻ വെക്കുന്നവർ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിഷ്ടമാകും, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഈ വ്യത്യസ്ത രുചിയിലുള്ള തോരൻ തയ്യാറാക്കുന്നത്. ഇതൊരു പപ്പായ ആണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ആവിയിൽ വേവിച്ച് വെച്ചതാണ്. 1 കപ്പ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 6 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, രണ്ടും കൂടെ ചതച്ച് വെച്ചതാണ്. 1 കപ്പ് തേങ്ങ ചിരവിയതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഉണ്ടാവും. തേങ്ങാക്കൊത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇൻഗ്രീഡിയൻസ് കണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കടുക് പൊട്ടിക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. തേങ്ങാക്കൊത്ത് കൂടുതൽ ചേർക്കുമ്പോൾ ടേസ്റ്റും കൂടും. ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം. അടുത്തതായിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ തേങ്ങാക്കൊത്തും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ കളർ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചുവന്നുള്ളിയും കൂടെ ഉപ്പും ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. ചുവന്നുള്ളി റെഡി ആയിട്ടുണ്ട്. അത് വഴന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. അതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് തേങ്ങയാണ് ചേർക്കേണ്ടത്. തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ ചതച്ചെടുത്തതാണ്. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങയുടെ റോ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പപ്പായ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ആവിയിൽ വേവിച്ചെടുത്ത പപ്പായയാണ്. പപ്പായ ഇനി ഈ മസാല ആയിട്ടൊക്കെ ഒന്ന് മിക്സ് ആവണം. അപ്പോൾ അധിക നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പപ്പായ. ഇതെല്ലാം ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പപ്പായ മസാല തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമൻസിൽ വന്ന് പറയും വേണം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോസ് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. വേറെയും തോരൻ്റെ റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കാണണം, ട്രൈ ചെയ്യണം. അപ്പോൾ ഇതേപോലെയുള്ള ടേസ്റ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്